നമസ്കാരം. ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ചെടി ഇതാണ് നിശാഗന്ധി അല്ലെങ്കിൽ എപ്പിഫിലിയം ഓക്സിപെറ്റാലം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഡച്ച്മാൻസ് പൈപ്പ് കാക്ടസ് എന്നാണ് ഇതിനെ പറയുക. നിശാഗന്ധി അല്ലെങ്കിൽ അനന്തശയനം എന്നൊക്കെ പറയും. അപ്പം ആ ഒരു അനന്തശയനത്തിൻ്റെ ഒരു ചെടി നമ്മുടെ വീട്ടിൽ രണ്ട് സൈഡിലായിട്ട് നട്ടിട്ടുണ്ട്. ഒരു ചട്ടിയിലുള്ള ആ ഒരു മൊട്ട് ഉണ്ടായിരുന്നു. ആ മൊട്ട് ഇന്ന് വിരിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷമാണ്. ഇത് കാക്ടസ് ഒക്കെ പെടുന്ന ആ ഒരു കുടുംബത്തിലാണ് ഈ ഒരു ചെടി പെടുന്നത്. പക്ഷേ ഇതിന് മുള്ളില്ല. അപ്പം ഇതിൻ്റെ ഫ്ലവർ ഏതാണ്ട് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫ്ലവറും ഏതാണ്ട് ഇതേപോലത്തെ ഫ്ലവറാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ പെടുന്ന ഒരു ചെടിയാണിത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മൊട്ട്. ഇത് ഏകദേശം ഇതിപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏതാണ്ട് ഒരു അർദ്ധരാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വിരിയുള്ളൂ. ഇത് ആ പൂവ് ഏതാണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴുള്ള ഏതാണ്ട് ഒരു പാതി വിടർന്ന ഒരവസ്ഥയിലുള്ള പൂവാണ്. നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ അത് വലിയ ഡീപ്പായിട്ടുള്ള റൂട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ചട്ടി നട്ടാലും ഈ പ്ലാന്റ് നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ പ്രധാനമായിട്ടും വളങ്ങൾ എന്ന് പറഞ്ഞാൽ ചാണകവളം തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ചെറിയ ചെടിയുടെ ആദ്യത്തെ പൂവായതുകൊണ്ട് തന്നെ ഒരാൾ കുറേ നേരമായിട്ടിത് മുഴുവനായിട്ടും വിരിയുന്നത് കാത്തിരിക്കുകയാണ്. ഇത് ഏതാണ്ടൊരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴുള്ള ഒരു ദൃശ്യമാണ്. ഏതാണ്ടൊരു പൂർണ്ണമായിട്ടും വിരിഞ്ഞിട്ടില്ല, എങ്കിലും ഒരു പരിധിവരെ വിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം.